ഇന്ന് രാവിലെയാണ് പിണറായി വിജയനും മകൾ വീണയ്ക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നത്. അതായത് മാസപ്പടി കേസ് അന്വേഷിക്കുന്നതിൽ ഇഡിക്ക് തടസ്സമില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ വീണ വിജയൻ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പച്ചക്കൊടി കാണിച്ചത്. ഹൈക്കോടതിക്ക് മനസ്സിലായി വീണ ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണെന്ന്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോലും അടുത്ത ഒരു ഹർജി കൊടുത്ത് സ്റ്റേ വാങ്ങാനുള്ള ഒരു സമയം പോലും ഹൈക്കോടതി കൊടുക്കാത്തത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി എന്നാണ് ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പുതിയതായി തെളിവ് ശേഖരിക്കണമെന്ന് കരുതുന്നില്ല. മാത്യു കൊടുനാടന്റെ കേസും തന്റെ കേസും രണ്ടാണ്. നടന്നത് ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ല. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞിരിക്കുകയാണ്. നൽകാത്ത സേവനത്തിനാണ് ഇൻവോയ്സ് നൽകിയത്. GST തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കേസ് എടുക്കാമായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ മകൾ എന്ന ഒരു പരിഗണന കൊണ്ട് കേസ് എടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ ഇടനിലക്കാരിയാണെന്നും പ്രതി പിണറായി വിജയനാണെന്നും ഷോൺ ജോർജ് പറഞ്ഞിരിക്കുകയാണ്. പണം നൽകിയത് സ്വജനപക്ഷപാതത്തിന് വേണ്ടിയാണെന്നും ഷോൺ പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി നിയമപരമല്ല എല്ലാ നടപടികളെയും തടയാൻ ശ്രമിച്ചു. ഇനി അതിനവർക്ക് കഴിയില്ല. ഇഡിക്ക് ഇനി കൂടുതലായി അന്വേഷിക്കേണ്ടി വരില്ല. SFIO അന്വേഷണത്തിൽ തന്നെ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ആവശ്യം വരില്ല. കൂടുതൽ നടപടികളിലേക്ക് ഇഡി കടക്കുമെന്ന് കരുതുന്നു എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. വീണ ചെയ്ത തെറ്റെന്താണെന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനവുമായി ഒരു ഇടപാട് നടത്തുന്നത് തെറ്റാണ്. അതിൽ കൃത്രിമത്വം കാണിക്കുന്നത് അതിലും വലിയ തെറ്റാണെന്ന് ഷോൺ ജോർജ് പറയുകയാണ്. വീണ പ്രതിസ്ഥാനത്തുണ്ട്. അക്കൗണ്ടിൽ പെടാത്ത 100 കോടിയിലധികം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ വിഷയം ഇഡിയുടെ അധികാര പരിധിക്ക് പുറത്താണെന്ന് വാദിച്ചുകൊണ്ട് സമർപ്പിച്ച അപ്പീലിലാണ് തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് തടയണമെന്ന് CMRL അഭിഭാഷകന്റെ ആവശ്യവും തള്ളി. കമ്പനി MD ശശിധരൻ കർത്തയും 5 ഉദ്യോഗസ്ഥരുമാണ് കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഏജൻസി അന്വേഷണം മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്ന് CMRL ഹർജിയിൽ പറയുന്നുണ്ട്. CMRL എസ്ലാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഇഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും അതോടൊപ്പം തന്നെ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ 11 മണിയോടുകൂടി ഇഡിയുടെ ഓഫീസിൽ ED ഡയറക്ടറും അതോടൊപ്പം തന്നെ അഡീഷണൽ ഡയറക്ടറും അടക്കുന്ന ഒരു സംഘം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുകയാണ്. ഇന്ന് ചർച്ച നടന്നതിന് ശേഷം ചിലപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് പോകാം, അല്ലെങ്കിൽ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു റെയ്ഡ് നടക്കാം. എന്തും ഇന്ന് സംഭവിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി എന്തും ഇഡിയുടെ ഭാഗത്തു നിന്നും ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.